നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമം വീണ്ടും സജീവമായി ചർച്ചയാവുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് കേന്ദ്ര നിയമമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. നേരത്തെ പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച വലിയ ചർച്ചകൾ രാജ്യത്ത് നടന്നതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പൗരത്വ ഭേദഗതി നിയമം ഏറ്റവും പ്രധാനമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? രാജ്യത്ത് 4 കോടിയിലധികം കുടിയേറ്റക്കാർ, അനധികൃത കുടിയേറ്റക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വന്ന കണക്കുകൾ. ബംഗ്ലാദേശ്, മ്യാൻമാർ, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയിടങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറിയവർ. ഇവരിൽ ബഹുഭൂരിപക്ഷവും കൈയാളുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള റേഷൻ കാർഡുകളാണ്. ഇവരുടെ പക്കൽ എല്ലാ അനധികൃത രേഖകളുമുണ്ട്. എന്നാൽ ഇവരൊന്നും തന്നെ യഥാർത്ഥത്തിലുള്ള കുടിയേറ്റക്കാരല്ല. പല കാലഘട്ടങ്ങളിൽ പല പ്രാദേശിക സർക്കാരുകളുടെ ഒത്താശയോടുകൂടി രാജ്യത്തിലേക്ക് കടന്നുകയറി പ്രാദേശിക രാഷ്ട്രീയ പിൻബലങ്ങളുടെ മറവിൽ അനധികൃതമായ രേഖകൾ ഉണ്ടാക്കി രാജ്യത്ത് താമസിക്കുന്നവരാണ്. ഇവർ പലപ്പോഴും രാജ്യത്തിന്റെ സാമൂഹിക അവസ്ഥ തന്നെ അതിരൂക്ഷമാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് NDA സർക്കാർ വളരെ ഗൗരവമുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത്. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കണം. രാജ്യത്ത് യഥാർത്ഥത്തിൽ എത്തിയ പൂർവികരെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. രാജ്യത്ത് നിന്ന്, ഭാരതത്തിൽ നിന്ന് പണ്ടെപ്പോഴോ അയൽ രാജ്യങ്ങളിലേക്ക് വഴിമാറിപ്പോവേണ്ടി വന്ന, കുടിയിറക്കപ്പെടേണ്ടി വന്നവരെ തിരികെ സ്വീകരിക്കാൻ ഭാരതം തയ്യാറാണ്. എന്നാൽ അതിനപ്പുറം രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന, രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥ തകർക്കുന്ന, രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ രാജ്യം ഒരിക്കലും വച്ചു പൊറുപ്പിക്കില്ല. അവരെ തൂക്കി അതിർത്തിക്കപ്പുറത്തേക്ക് എറിയും എന്നുള്ള വലിയ പ്രഖ്യാപനം രാജ്യത്തിന്റെ ഭരണകൂടം നടത്തിയതാണ്. ഇവിടെയാണ് പ്രതിപക്ഷങ്ങളുടെ ഇരട്ടത്താപ്പ്. എന്താണ് പറഞ്ഞത്? പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും വരുന്ന മുസ്ലിം മതവിഭാഗത്തെ മാത്രം പുറത്താക്കാനുള്ള തന്ത്രം. ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഏറ്റവും പുതുതായി ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ രാജ്യത്ത് നിന്ന് നിഷ്കാസിതരാക്കാനുള്ള ശ്രമം ഒരിക്കലുമല്ല. അങ്ങനെ ഒരു ലക്ഷ്യം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പിന്നിലില്ല. അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയല്ല ഈ നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത്. ഈ നിയമം നടപ്പാക്കുന്നതിന്റെ പിന്നിൽ അനധികൃതമായി രാജ്യത്തെത്തിയവരാരൊക്കെയാണോ, ഒരു രേഖയുമില്ലാതെ രാജ്യത്ത് താമസിക്കുന്നവരാരൊക്കെയാണോ, പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ രാജ്യത്ത് എത്തിയവരാരൊക്കെയാണോ അവരെ തിരിച്ചയക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ രേഖകളുള്ളവർ 83 മുൻപോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിന് മുമ്പോ രാജ്യത്ത് എത്തപ്പെട്ടവർ, ഇവിടെ യഥാർത്ഥത്തിൽ രേഖകൾ തയ്യാറാക്കി ഇവിടെ അംഗീകരിക്കപ്പെട്ട് കുടിയേറി താമസിക്കുന്നവർ, അവർക്കും തന്നെ ഒരു പ്രശ്നവുമില്ല. നമുക്കറിയാം, അതിർത്തികളിലൂടെ മ്യാൻമാറിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന് എത്തപ്പെടുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം എത്രയോ ആയിരങ്ങളാണ്, ലക്ഷങ്ങളാണ്. അവരൊക്കെ തന്നെയാണ് ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആരാണ് മണിപ്പൂരിൽ കലാപം ഉണ്ടാക്കുന്നത്? മ്യാൻമാറിൽ നിന്നും ഒളിവിലെത്തിയ, മ്യാൻമാറിൽ നിന്നും കുടിയേറിയ, മ്യാൻമാറിൽ വലിയ സായുധ പരിശീലനങ്ങൾ ലഭിച്ച തീവ്രവാദികളല്ലേ? ഇത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. അവിടുത്തെ സാധാരണ ജനവിഭാഗത്തിനിടയിൽ കലാപം സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ ജനവിഭാഗത്തിന്റെ ജീവിതത്തെ ദുസ്സഹമാക്കിയത് കുടിയേറിയ, അതിർത്തി കടന്നെത്തിയ കലാപകാരികളാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇവിടെ വെസ്റ്റ് ബംഗാളിൽ, അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള കലാപങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളിലും പ്രധാന പങ്ക് വഹിച്ചത് ഈ കുടിയേറ്റക്കാരായ ആളുകളാണ്. എന്തിനേറെ പറയുന്നു, കേരളത്തിൽ വന്ന് ഓരോ പ്രശ്നങ്ങളും, ഓരോ വലിയ സംഭവങ്ങളും, ഓരോ കുറ്റകൃത്യങ്ങളും നടത്തിയിട്ട് രക്ഷപ്പെട്ടു പോകുന്നവരെ പിന്തുടർന്ന് പോകുമ്പോൾ എത്തപ്പെടുന്ന ഇവിടെ നിന്നാണ്. ബംഗ്ലാദേശിൽ നിന്ന് കൊടും ക്രിമിനലുകൾ രാജ്യത്തേക്ക് എത്തുന്നു, ഒരു രേഖകളുമില്ലാതെ ഇവിടെ പലയിടങ്ങളിലായി തങ്ങുന്നു. അതിനുശേഷം വീണ്ടും ഓരോ കുറ്റകൃത്യവും ചെയ്ത ശേഷം പലയിടങ്ങളിലേക്ക് രക്ഷപ്പെടുന്നു. ഇവരെക്കുറിച്ചുള്ള എന്ത് ഐഡന്റിറ്റിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പക്കലുള്ളത്, നമ്മുടെ സംസ്ഥാനത്തിന്റെ പക്കലുള്ളത്? ഇതൊന്നുമില്ല. അതൊന്നുമില്ലാത്തവരെ എന്തിനാണ് രാജ്യം സംരക്ഷിക്കേണ്ടത്? ഇതാണ് ഭാരതം ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. ഇവിടെ കേവലം രാഷ്ട്രീയ അന്ധത ബാധിച്ചുകൊണ്ട്, ഈ വാക്ക് തന്നെ പറയണം, രാഷ്ട്രീയ അന്ധത ബാധിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ വാളെടുക്കാനുള്ള
ശ്രമം നടത്തുന്നവരെ പിന്തുണയ്ക്കുന്ന CPM-നെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് രാജ്യത്തിന്റെ ശാപമെന്ന് നമുക്ക് പറയാം. ഇവിടെ മുഖ്യമന്ത്രി വലിയ വായിൽ വിടുവായത്രം പറഞ്ഞിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളമെന്ന്. രാജ്യം ഒരു പൊതു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പൊതു നിയമം പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവുക? എത്രമാത്രം പ്രതിലോമകരമായ നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്നത്? ഇവിടെ രാജ്യത്തെ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ എന്ന് വ്യക്തം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള വളരെ ഗൗരവമാർന്ന വിഷയത്തിൽ എന്തിനാണ് ഇങ്ങനെ കേവലം രാഷ്ട്രീയം മാത്രം കാണുന്നത്? രാജ്യത്തിന്റെ ഒരു പൊതുവായ സുരക്ഷ, രാജ്യത്തിന്റെ ഒരു അഖണ്ഡത, രാജ്യത്തിന്റെ ഐക്യം, അതിനുവേണ്ടി നിലകൊള്ളേണ്ട ഒരു ഭരണകൂടം രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ പിന്തുണയ്ക്കുന്നു. ഇതാദ്യമായിട്ടൊന്നുമല്ല. ഇത് കേരളത്തിന്റെ പിണറായി സർക്കാർ ആദ്യമായിട്ടൊന്നുമല്ല തീവ്രവാദികളെയും ഈ രാജ്യത്തിന്റെ എതിരാളികളെയും രാജ്യവിരുദ്ധരെയും പിന്തുണയ്ക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ചപ്പോൾ ആ നിരോധനത്തിനെതിരെ ആദ്യമായും അവസാനമായും നിലപാടെടുത്ത ഒരേ ഒരു സർക്കാർ രാജ്യത്തുള്ളൂ. ആ സർക്കാർ കേരളത്തിന്റെ പിണറായി വിജയൻ സർക്കാരാണ്. ആ പിണറായി വിജയൻ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമാണ് രാജ്യത്താദ്യമായി ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിനെതിരെ രംഗത്ത് വന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ പാടില്ല, എന്തൊരു സ്നേഹമായിരുന്നു. പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായത്. പോപ്പുലർ ഫ്രണ്ടും CPM-ഉം തമ്മിലുള്ള അന്തർധാര വ്യക്തമായത് പിന്നീടാണ്. പോപ്പുലർ ഫ്രണ്ടല്ല, രാജ്യത്തെ ഏത് തീവ്രവാദ ശക്തികളാണെങ്കിലും 5 വോട്ടിന് വേണ്ടി കാലു പിടിക്കാനും കാലു നക്കാനും ഈ പാർട്ടി തയ്യാറാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് മുന്നിലുള്ള തെളിവുകൾ. എന്തിനാണ് ഇങ്ങനെ നാണം കെട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതെന്ന ചോദ്യത്തിന് ഒരു മറുപടിയുമില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തിന്റെ നിയമമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും സസൂക്ഷ്മമായ സത്യസന്ധമായ തിരഞ്ഞെടുപ്പ് നടക്കണം. രാജ്യത്ത് അനധികൃതമായി വോട്ട് ചെയ്യുന്ന 4 ലക്ഷത്തോളം വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്ത് പുറത്താക്കണം. രാജ്യത്തിന്റെ സാധാരണക്കാരായ ജനങ്ങൾ, ഈ ഭാരതത്തിന്റെ പുത്രന്മാർ, പാവപ്പെട്ടവർ അനുഭവിക്കേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന അനധികൃതമായി അവ കൈയാളുന്ന അനധികൃത കുടിയേറ്റക്കാർ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകണം. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അവിടെ എന്തിനാണ് കേവലം മതത്തിനെ ഒരു മറയാക്കുന്നത്? ഒരു പ്രത്യേക വിഭാഗത്തിനെ പുറത്താക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞു പരത്തുന്നത്? അത്രത്തോളം തെറ്റായ ധാരണ എന്തുകൊണ്ട് സമൂഹത്തിൽ പരത്താൻ ശ്രമിക്കുന്നു? ഇത് കേവലം CPM-ന്റെ രാഷ്ട്രീയമായ ഒരു തന്ത്രമാണെന്നതിൽ യാതൊരു തർക്കവുമില്ല.